കണ്ണൂർ സർവകലാശാലയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം. എസ്എഫ്ഐ യുഡിഎസ്എഫ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷം. സംഘർഷവുമായി ബന്ധപ്പെട്ട സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പ്രതികരിക്കുകയാണ്. ഇന്ന് കാലത്ത് സംഘർഷം ഉണ്ടായപ്പോൾ ഞാൻ അക്രമത്തിൽ പരിക്ക് പറ്റിയ എസ്എഫ്ഐ നേതാവിനെ കാണാൻ വേണ്ടി ജില്ലാ ആശുപത്രിയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ആയുധമെടുത്ത് തലക്ക് അടിച്ച് എന്നിട്ട് അതിന്റെ ഫലമായിട്ട് തലയിൽ സ്റ്റിച്ചുൾപ്പെടെ അതിന്റെ ഫലമായി മാരകമായ സംഘർഷം ഉൾപ്പെടെ പരിക്കുൾപ്പെടെ പറ്റിയിട്ടുള്ള വിദ്യാർത്ഥി നേതാവിനെ ഞാൻ അവിടെ കണ്ടു. അപ്പൊ ഇവിടെ സംഘർഷമുണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ഈ സംഘർഷം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പൊ ബസ്സിൽ ഒരു സംഘം വന്നിട്ടുണ്ട്. പോലീസ് അടിയന്തരമായിട്ടും ആ ബസ് പരിശോധിക്കണം. അതിലെന്തൊക്കെ ആയുധങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പരിശോധിക്കണം. ഇപ്പൊ MSF എന്ന് പറയുന്നത് പഴയ MSF അല്ല. മുസ്ലിം ലീഗും പഴയ മുസ്ലിം ലീഗല്ല. മുസ്ലിം ലീഗും SDPIയും ഇതര തീവ്രവാദ സംഘടനകളും തമ്മിൽ വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സാധാരണ നിലയിൽ മുസ്ലിം ലീഗ് MSF അങ്ങനെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരല്ല. എന്നാൽ അവർക്കിപ്പോൾ ബാക്കപ്പ് കിട്ടിയിരിക്കുകയാണ്. നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും ഒക്കെ പിൻബലം കിട്ടിയിരിക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെയാണ് സംഘർഷമുണ്ടായത്. SFI UDSF പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. കാസർകോട് MIC കോളേജിലെ UUC സഫ്വാനെ SFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയെന്ന് UDSF പ്രവർത്തകർ ആരോപിച്ചു. ആരെയും തട്ടിക്കൊണ്ടുപോയില്ലെന്ന് SFI നേതാക്കൾ പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ പോലീസിനെ തടഞ്ഞുവച്ചു.